ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ. മറ്റുള്ളവരെ ഉപദേശിക്കാൻ മോട്ടിവേഷൻ തരാൻ വലിയ ആളൊന്നല്ല ഞാൻ. പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങൾ ഞാനായിട്ട് സംസാരിക്കാൻ എനിക്കിഷ്ടം കേട്ടോ. ഇതിൽ സാഹിത്യമോ ഇതൊന്നും വരില്ല. അപ്പോൾ എനിക്കൊരു അതുപോലെ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എനിക്കിന്ന് പറയാനുള്ളത് സംസാരം, കമ്മ്യൂണിക്കേഷൻ. ഒരാളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ സംസാരശേഷി ഇല്ലാത്ത ഒരാളെങ്കിലും അവരെ കൈ ഭാഷ കൊണ്ട് അവർ സംസാരിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് കാണാം. എത്രയോ കണ്ടിട്ടുണ്ട് അല്ലേ, എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് സംസാരം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന ഒരാൾ വന്ന് പെണ്ണാണാൻ വരുന്നു, ചായ കുടിക്കുന്നു, പോകുന്നു, 2 മാസത്തിനുള്ള കല്യാണം, ഒരു 4-5 മാസം ഡിവോഴ്സിലും എത്തുന്നു. അതെന്താണെന്നറിയോ? ഈ പെണ്ണ് കാണാൻ വന്ന ദിവസം അവരൊന്ന് മനസ്സിലൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. കാരണം നമ്മളെക്കുറിച്ച് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളെ സ്വഭാവം എന്ന് അല്ലേ. നമ്മളെ സ്വഭാവം എന്ന് നമ്മളെക്കാളും കൂടുതൽ ലോകത്ത് ഒരാൾക്കറിയില്ല. അപ്പം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ഒത്ത ആൾ തന്നെയാണോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ സംസാരത്തിൽ. നമ്മളിപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ആൾ ചെയ്യാത്ത ഒരു വലിയ കാര്യം തന്നെയാണത് അല്ലേ. ഒരു പക്ഷേ പ്രണയിക്കുന്നവർ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിലേക്ക് എത്തുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരുപാട് സംസാരിച്ചിട്ടില്ല അവർ പ്രണയിക്കുമ്പോൾ. അവർ കാമുകന്മാരുമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവർ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവില്ല. അതാണ് അവർക്ക് പറ്റിയ തെറ്റും. അപ്പോൾ കല്യാണം കഴിയുന്നാട്ടി മുമ്പ് തന്നെ ഒന്ന് പെണ്ണ് കണ്ടു പോകുമ്പോൾ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്താൽ കുടുംബക്കാർക്ക് നാണക്കേടാവും, അച്ഛനമ്മ സങ്കടമാവും എന്ന് വിചാരിക്കരുത്. കാരണം മുമ്പോട്ടുള്ള ജീവിതം നിങ്ങളുടേതാണ്. ഓരോ സ്റ്റെപ്പ് വൈസ് ജീവിക്കേണ്ടത് നിങ്ങളാണ്. അതൊന്ന് ഓർക്കുക. എന്തിനും സംസാരം അത്രയും നല്ല ഇമ്പോർട്ടൻസ് ആയ കാര്യം തന്നെയാണ്. പക്ഷേ അത് അധികമായാലും അമൃത വിഷം എന്ന് പറയുന്നതല്ല, അത് അധികമായാലും കുഴപ്പം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തിനും ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് സംസാരം തന്നെയാണ്. അത് കഴിയുന്നത്രയും അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നവും പരിഹരിക്കാനും പറ്റും. ഓക്കെ, വല്ല പ്രശ്നം ഉണ്ടാക്കാനും പറ്റും ഇതുകൊണ്ട്. പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായി മുമ്പോട്ട് പോവുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ, നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകാൻ, നമ്മൾ മുമ്പോട്ട് ഹാപ്പിയായി ജീവിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം തന്നെയാണ് സംസാരം. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണം കഴിച്ചവർക്കും ഇനി ഡിവോഴ്സിനൊക്കെ നിൽക്കുന്നവർക്കും എല്ലാം പറയാനുള്ളത്, നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്ക്. മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് മുന്നോട്ട് പോകും. എന്നിട്ടും നിങ്ങൾക്ക് ഡിവോഴ്സ് തന്നെയാണ് വലുതാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ സംസാരിച്ചിട്ടില്ല, മനസ്സൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നീട് ഖേദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്തിനും സംസാരം അത്രയും ഇമ്പോർട്ടൻസാണ്. ഓക്കെ, ബൈ, ഇത്ര പറയാനുള്ളൂ.